മുദ്രാവാക്യം കേട്ടാൽ ഈ പറഞ്ഞതുപോലെ കഴുത്തുളുക്കുവോ എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊരു അശ്ലീലമാണ്. CPM എന്താണ് വിചാരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അവർ എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്രയും ക്യാമറകളും ഇത്രയും സംവിധാനങ്ങളും ഇത്രയും ചാനലുകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് എന്താണ് ഈ CPMൻ്റെ നേതാക്കൾ വിചാരിക്കുന്നത്? എന്നിട്ട് അതിനെ സാധൂകരിക്കാനായിട്ട് പാർട്ടി ഓഫീസുകൾ തല്ലി തകർക്കുക, വഴിയിൽ കാണുന്ന ആളുകളെ അടിക്കുക. ഈ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. ഭരണം നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ വിരളി പിടിച്ചതുപോലെയാണ് എല്ലാവരും. കൂട്ടത്തിലാണ് CPMൻ്റെ ഈ ചെറുപ്പക്കാരായ ശിവപ്രസാദ്, വസീഫ്. എന്തൊരു കോമാളികളാണ് ഇവന്മാർ, എന്തൊരു കോമാളികളാണ്. MV ഗോവിന്ദനെ പിന്നെയും സഹിക്കാമെന്ന് തോന്നുന്നു. ഈ വസീഫിനെ ശിവപ്രസാദിനെ ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല. അമ്മാതിരി കോമഡി താരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നോക്കൂ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അമ്പേ പരാജയമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ സനൂപ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, സ്വന്തം വീടിൻ്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരൻ മുട്ടിൻ്റെ സർജറിക്കായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയതാണ്. ആ പയ്യൻ അവൻ്റെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടി കൈ മുറിച്ച് മാറ്റി വിട്ടിരിക്കുകയാണ്. ഈ സിസ്റ്റം മൊത്തം തകരാറിലാക്കിയ ഒരു മന്ത്രി, ആ മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രതിഷേധക്കാർ വന്നിട്ട് തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി വന്ന് ഡയലോഗ് അടിക്കുക. ഇന്ന് തന്നെ നോക്കൂ, പോലീസുകാർ അവരെ പിടിച്ചു മാറ്റുകയാണ്. അവരെ പിടിച്ചു മാറ്റി പ്രതിഷേധക്കാർ പോയി കഴിയുമ്പം പിന്നെ അവിടെ കിടന്ന് പട്ടിഷോ കാണിക്കുകയാണ്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പം നോക്കൂ, ഇവരെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പ്രതിഷേധക്കാർ കൈകൊടിയുമായിട്ട് വരുന്നു, മന്ത്രി അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു, മന്ത്രി ഇപ്പുറത്തെ സൈഡിൽ മാറിയാണ് നിൽക്കുന്നത്, പ്രതിഷേധക്കാർ ഇപ്പുറത്ത്. അതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഇവിടെ കിടന്ന് പട്ടിഷമാണ് ഇവരുടെ. എന്നിട്ട് വൻ ഡയലോഗ് അടി. ഇവര് പത്തനംതിട്ടയിലും കാണിച്ചത്, ഇവരുടെ വീടിന്റെ മുമ്പിലും കാണിച്ചത് ഇത് തന്നെ. അത് കഴിഞ്ഞു, ഡയലോഗ് അടിച്ചു, അവർ പോയി. ഇതിനു ശേഷമാണ് നാടകം തുടങ്ങുന്നത്. ഷംസീറിനെ കാണുന്നതോടുകൂടി, സ്പീക്കർ AM ഷംസീറിനെ കാണുന്നതോടുകൂടി ഷംസീറിലെ പഴയ DYFഐക്കാരൻ ഉണരുകയാണ്. പഴയ DYFഐക്കാരൻ ഷംസീർ ഉണർന്നിട്ട് ഷംസീറിൻ്റെ നാടക തിരക്കഥ, നിമിഷ നേരം കൊണ്ട് ഷംസീർ നാടകത്തിന് തിരക്കഥ എഴുതാൻ. ഇവരൊക്കെ ഈ നല്ലൊരു സിനിമയൊക്കെ ചെയ്യണം. ഇവർക്കൊക്കെ ഓസ്കാർ കിട്ടാൻ പ്രധാന നടിയായിട്ട് വീണ ജോർജിനെയും സംവിധായകനായിട്ട് ഷംസീറിനെയൊക്കെ വെച്ചിട്ട് നല്ല ഒരു സിനിമ ചെയ്യണം. CPMന് ഇനി അതാണ് നല്ലത്, ഈ രാഷ്ട്രീയം പറയുന്നതിനെക്കാട്ടിലും. ഇനി അടുത്തത് ഷംസീറിന്റെ തിരക്കഥ കേട്ടോ. മുഖ്യമന്ത്രിയുടെ കോള് വരുന്നു ഷംസീറിന്റെ ഫോണിൽ മുഖ്യമന്ത്രിയുടെ കോള്. ഉടനെ വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിലാണ്. വീണ ജോർജ് പറയുന്നു. ഇനി ഷംസീർ ഇപ്പുറത്ത് ഒരാളോട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. ഷംസീർ പറയുന്നു, ഷംസീർ നിർദ്ദേശം കൊടുക്കണം, ഹോസ്പിറ്റലൈസ് ചെയ്ത് അഡ്മിറ്റ് ആക്കണം. വീണ ജോർജിന്റെ പെടലിക്ക് പരിക്കുണ്ട് എന്ന് വീണ ജോർജ് ഫോണിൽ മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് വീണ ജോർജ് ഫോണിലാണ്. വീണ ജോർജ് ഫോണിൽ പറയുന്നതിന് മുമ്പ് ഷംസീർ ഇവിടെ തീരുമാനമാക്കി കഴിഞ്ഞു, അഡ്മിറ്റ് ആക്കണം. പെട്ടെന്ന് അടുത്ത ആളെ പറഞ്ഞു വിടാണ്, ഹോസ്പിറ്റലിൽ പോയി സെറ്റ് ചെയ്ത് ബാക്കി നാടകക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വന്നോളെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെ കോമഡി പരിപാടി. ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇത് നോക്കൂ, ഹർഷിനയുടെ വയറ്റിൽ കിടന്ന ആ ഒരു സർജിക്കൽ മെറ്റീരിയൽ, അതിനെ സംബന്ധിച്ച് അവർ പൈസ കൊടുത്തിട്ട് 2 ലക്ഷം രൂപ നക്കാപ്പിച്ച കൊടുത്തിട്ട് അവരനുഭവിച്ച വേദനയ്ക്ക് പകരമാകുമോ? അതേപോലെ ഈ പറയുന്ന കത്രിക കിടന്ന ഒരമ്മ
അവര് ഈ പറയുന്നത് പോലെ അവർക്ക് എന്ത് കൊടുത്താൽ അവർക്ക് പരിഹാരമാകും. അവരുടെ ജീവിതം, അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ വേദനകൾ, ത്യാഗങ്ങൾ, അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അവരുടെ ജീവിതം തന്നെ താറുമാറിലാക്കിയ ഒരു മന്ത്രി പിന്നെ അവർക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് എവിടുത്തെ നയമാണ്? ഉടനെ പിണറായി വിജയന്റെ അടുത്ത നാടകമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, എന്നെല്ലാം ഡിവൈഎഫ്ഐക്കാരനായ വസീഫ് പിന്നെ കനുഗോലുവിന്റെ സ്ക്രിപ്റ്റാണ് ഇത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോണം ഇത് പിന്നെ കിണർഗോലുവിന്റെ സ്ക്രിപ്റ്റാണ് ഈ CPM ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഒരു അവസരം കിട്ടിയാൽ അത് മുതലാക്കിക്കോണം എന്ന് നികേഷ് കുമാർ പറഞ്ഞു വിട്ടതുപോലെയാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ്. പിന്നെ സമരക്കാർ വരുന്നു, വീണ ജോർജ് പ്രതിഷേധിക്കുന്നു, ഉടനെ കരിങ്കൊടി കണ്ടാൽ ഉടനെ പെടലി ഉളുക്കുന്നു, ഉടനെ ഷംസീർ നാടകം തയ്യാറാക്കുന്നു, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, പിണറായി വിജയൻ വരുന്നു, ആ വീഡിയോ എടുക്കുന്നു, റീൽസ് ഇടുന്നു. അതിനെതിരെ പിന്നെ വാർത്തകളിൽ പോയി കുമ്മോജി ഇടുന്നവരെ പോലും മെൻഷൻ ചെയ്തിട്ട് തെറി വിളിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാര്. കമന്റ് ബോക്സുകളിൽ സൈബർ ഇടത്തും അല്ലാതെയും തെറി വിളിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ DCC ഓഫീസിനെ എന്തിനാണ് ഇവർ ആക്രമിക്കുന്നത്? ഇവർ വിചാരിക്കുന്നത് പഴയ കാലത്തെ കോൺഗ്രസ്സുകാരും പഴയ കാലത്ത് അടി കിട്ടിയിട്ട് മിണ്ടാതെ പോയിരിക്കുന്ന ഗാന്ധിയൻ കോൺഗ്രസ്സുകാരൊക്കെയാണെന്നാണ്. ഷമ്മാസും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ സുധാകരനാണ് കണ്ണൂര്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് റിജിൽ മാക്കൂറ്റിയും ഷമ്മാസിനെ പോലെയുള്ള പുതിയ പിന്നെ ആളുകൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഈ DCC ഓഫീസിൽ കൈവച്ച ഓരോരുത്തരെയും നോട്ട് ചെയ്ത് മറുപടി കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ പിന്നെ പണ്ടത്തെ പോലെ കോൺഗ്രസ്സുകാരൻ അടികൊണ്ട് വീട്ടിൽ പോകുന്നത് പോലെ ഇനി കോൺഗ്രസ്സുകാർ ചെയ്യരുത്. ഇവന്മാർക്ക് ആ ഒരു അഹങ്കാരമാണ്. എന്ത് സംഭവിച്ചിട്ടും ഇവന്മാർ നാടകത്തിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇവന്മാർ കളികൾ നടത്തിയതിനു ശേഷം ഇവരുടെ നാടകത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കുക, മറ്റുള്ള പാർട്ടികൾ മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ ആക്രമിക്കുക. ഇന്ന് നോക്കൂ, MSFന്റെ നേതാവ് യൂത്ത് ലീഗിന്റെ നേതാവായ ഷജീർ ഇക്ബാലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇവർ എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്? ഇവർക്ക് കൃത്യമായി കാലഘട്ടത്തിന് അനുസൃതമായ കാലഘട്ടത്തിലെ ആളുകളോട് സംവദിക്കുന്ന, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് സംവദിക്കുന്ന ഒരു രാഷ്ട്രീയവും CPMന് മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ മതം പറഞ്ഞുള്ള കളികളും ഇത്തരത്തിലുള്ള നാടകങ്ങളും എല്ലാം ഇവർ അവലംബിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, മനുഷ്യപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ് മിണ്ടിയാൽ ഇതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയുന്നത്, അപ്പുറത്തെ RSSനെ പ്രീണിപ്പിക്കാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള പിന്നെ നാടകങ്ങൾ അരങ്ങേറുന്നത്. ഇതിന്റെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഗോവിന്ദനും പിന്നെ SFIയുടെ നേതാവ് ശിവപ്രസാദും വസീഫിനെയൊക്കെയാണ്. എന്തൊരു അശ്ലീലമാണ് ഇവരുടെ രാഷ്ട്രീയം, എന്തൊരു വൃത്തികെട്ട അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് CPMകാരോട് പറയാനുള്ളത്, മര്യാദക്ക് മനുഷ്യപക്ഷ രാഷ്ട്രീയം ഇനിയെങ്കിലും സംസാരിക്കാനും പറയാനും പഠിക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കൊണ്ട് 4 വോട്ട് കിട്ടൂല. നിങ്ങൾ ഇനി എന്ത് തലകുത്തി മറിഞ്ഞാലും ഇവിടെ അടുത്തത് UDF സർക്കാർ തന്നെ വരുള്ളൂ. അത് നിങ്ങൾ ഇനി എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ കൊണ്ടാടിയാലും UDF സർക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യപക്ഷ രാഷ്ട്രീയം പറയാൻ പഠിക്ക്. അല്ലാതെ ഇത്തരത്തിലുള്ള അശ്ലീലമായ നാടകങ്ങളുമായി ഇനി സമൂഹത്തിന്റെ മുന്നിൽ വരരുത്. നന്ദി, നമസ്കാരം.